കൊടിശ്ശേരി മാതാവ് വളരെ അത്ഭുത പ്രവർത്തനീയായ പ്രസിദ്ധിയായ മാതാവാണ്, നമുക്കൊക്കെ അറിയാം. ഇന്നത്തെ വിശുദ്ധ ബലി നമുക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുന്നത് ഫാദർ ജോബി കാവുങ്കൽ RC ആണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി വചനം പങ്കുവയ്ക്കുന്നത് ഫാദർ വിമൽ കല്ലൂക്കാരനാണ്. അച്ഛനും പ്രവേശ് മിസ്റ്റർ സഭയിൽപ്പെട്ട വ്യക്തിയാണ്. രണ്ടുപേർക്കും കോടിശ്ശേരി ഇടവകയിലെ എല്ലാവരുടെയും അതുപോലെ വിശുദ്ധന്മാരിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. മാധ്യസ്ഥം അപേക്ഷിച്ച് വിശുദ്ധ ഗീവർഗീസിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഇന്ന് ഈ ആൾക്കാരെ വിശുദ്ധ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന മനസ്സിൽ കരുതുന്നിരുന്ന കാര്യങ്ങളൊക്കെ ഓർത്തെടുത്താൽ തമ്മിലാണ് ഇവിടുത്തെ സമർപ്പിക്കാനുള്ള സമയമാണ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഈ കപ്പേരയ്ക്ക് മുമ്പിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ കുരിശടയാളം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ അമ്മമാരെ തലയിലാണ് നമ്മൾ വിശ്വാസത്തിൽ വളരുന്നത്. പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം കാത്തു സംരക്ഷിക്കാൻ വിശുദ്ധ ഗീവർഗീസെ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ഇവരുടെ മാധ്യസ്ഥ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഈ ജീവിതമായിട്ട് നടത്തുന്നവരെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് നമുക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
അവിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടെ വിശുദ്ധ വിചാരങ്ങളോടെ അങ്ങേക്ക് പുരോഗതി ചെയ്യുകയും അങ്ങ് കനിഞ്ഞ നൽകിയ രക്ഷയ്ക്ക് നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും.
സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾ ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയെ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായനേക്കും. സത്യമായും ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായനേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. പുതിയ ഉടമ്പടി ഇസ്രായേലിന്റെ ദൈവമായ സൈനികരുടെ കർത്താവ് അരുളി ചെയ്യുന്നു. യൂദാദേശത്തും അതിലെ പട്ടണങ്ങളിലുള്ളവർക്ക് വീണ്ടും ഞാൻ ഐശ്വര്യം വരുത്തുമ്പോൾ നീതിയുടെ കളമേ, വിശുദ്ധിയുടെ പർവ്വതമേ, കർത്താവിനെ അനുഗ്രഹിക്കട്ടെ എന്നവർ പറയും. യൂദായിലും അതിലെ നഗരങ്ങളിലും കർഷകരും ഇടയന്മാരും ഒരുമിച്ച് വസിക്കും. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു. എന്റെ ഉറക്കം സുഖകരമായിരുന്നു. ഞാൻ ഇസ്രായേൽ ഭവനത്തിലും യൂദാ ഭവനത്തിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താന പുഷ്ടിയുണ്ടാകുന്ന കാലം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ അവരെ പിഴുതെറിയാനും പിടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും ശ്രദ്ധിച്ചതുപോലെ അവരെ പണിതുയർത്താനും നാട്ടു വളർത്താനും ശ്രദ്ധിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പിതാക്കന്മാർ പച്ചമുന്തിരിക തിന്ന് മക്കളുടെ പല്ല് കുളിച്ചു എന്ന് നാളുകൾ അവർ പറയുകയില്ല. ഓരോരുത്തരും അവനവന്റെ ആകൃതം നിയമത്തിനാണ് മരിക്കുക. പച്ചമുന്തിരിക തിന്നവനെ പല്ലെ കുളിക്കൂ. കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാൾ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല. അത് ഞാൻ അവരുടെ കർത്താവാണ് അറിഞ്ഞിട്ട് എന്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു. ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവരുടെ ജനവുമായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി.
ഇതിന് ദുഷ്ടമനസാക്ഷി നിന്നോ നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. സ്നേഹത്തോട് ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പരിചരിക്കാം. ചിലർ സാധാരണമായി ചെയ്യാറുള്ളത് പോലെ നമുക്ക് സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. Glory,
വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലൂടെ വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയുടെ പക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്ന് ആണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നേരത്തരം വീഞ്ഞ് ആദ്യം വിടാമെന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. കോടിശ്ശേരി മാതാവിൻ്റെ മുഖത്തേക്ക് മാത്രം ഒന്ന് നോക്കി നിൽക്കാം. കുറച്ച് നേരത്തേക്ക് ഞാൻ പറഞ്ഞിട്ട് കണ്ടെടുത്താണോ? നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു രൂപത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കുക. ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു അവൾ. നാട്ടിലെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്ന ഒരു പാവം പെൺകുട്ടി. ആൾക്കാരുടെ ജീവിതത്തെ കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തൻ്റെയും യോസേപ്പിൻ്റെയും ഒരുമിച്ചുള്ള ദാമ്പത്യ ജീവിതത്തെ പറ്റി ഒത്തിരി കിനാവുകളൊക്കെ കണ്ടു തീർത്ത ഒരു ചെറുപ്പക്കാരി. ഇനി ഇവിടെ നോക്കിയോ, നമ്മൾ പലപ്പോഴും മാതാവിനെ ചിത്രീകരിക്കുന്നത് ഇതുപോലെ സുന്ദരിയായിട്ടുള്ള ഒരു കൊച്ചു പെൺകുട്ടിയായിട്ടാണ്. എന്നാൽ പാവം യോസേപ്പ് പിതാവിനെ ചിത്രീകരിക്കുന്നത് ഒരു പടുകലവരമായിട്ടാണ്. ഞാൻ ഓർക്കുന്നത് 2 ദിവസം മുമ്പ് എൻ്റെ വീട് കോക്കുന്നിലാണ്. ഞാൻ അവിടെ അങ്കമാലിക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പെരുന്നാൾ പ്രസംഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആൾ എടുത്ത് വഴിക്ക് ചോദിച്ച ചോദ്യം ഇതാണ്. ചോദ്യമല്ല, അച്ഛാ, മാതാവിനെ കാണണമെങ്കിൽ കോടിശ്ശേരി മാതാവിനെ കാണും. അത്രയ്ക്ക് സുന്ദരിയായിട്ടുള്ള ഒരു മാതാവാണ് കോടിശ്ശേരി മാതാവ്. എനിക്കപ്പോൾ വലിയ പരിചയമില്ല കോടിശ്ശേരി മാതാവ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഇത്ര പ്രത്യേകത? അത് അച്ഛൻ ആ രൂപത്തിലേക്ക് നോക്കണം, അല്ലെങ്കിൽ ആ ചിത്രം കാണണം. അത് സുന്ദരിയായിട്ടുള്ള ഒരു മാതാവാണ്. നമ്മൾ പലപ്പോഴും മാതാവിനെ ഈ രീതിയിലും, എന്നാൽ പാവം യാശ്രയപിതാവിനെയാണെങ്കിൽ ഒരു പടുകലവനമായിട്ടാണ് ചിത്രീകരിച്ച് കണ്ടിരിക്കുന്നത്. ഈ കപ്പലിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ ഇടവക ദേവാലയം വരെ ഒന്ന് പോയി നോക്കി. അവിടെ കയറിയപ്പോൾ തന്നെ എന്നെ ആകർഷിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ അവിടെയുള്ള ആ യൗസേപ്പ് പിതാവിന്റെ രൂപം വേണമെങ്കിൽ എനിക്ക് പറഞ്ഞിട്ട് ഈ കോടിശ്ശേരി മാതാവിന്റെ രൂപത്തിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു രൂപമാണ്. ആര് കണ്ടാലും പറയും, വാവ്, പെർഫെക്റ്റ് പേ, മെയ്ഡ് ഫോർ ഈച്ച് അതർ. എന്തൊരു ജോഡിയായി രണ്ടുപേരെയും കാണാനാണ്. എന്നാൽ ചില ഇടവകയിൽ ചെന്നുകൊണ്ട് ഈ 2 രൂപങ്ങളിൽ തമ്മിൽ ചേർത്ത് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം ആര് കണ്ടാലും പറയും, ദേ അപ്പൂപ്പനും കൊച്ചുമോളും നിൽക്കുന്നു എന്ന് പറയും. കാരണം അത്രയ്ക്ക് വ്യത്യാസമാണ് രണ്ടുപേരും തമ്മിൽ. ഒരു പക്ഷേ നിങ്ങളുടെ ഇടവകയിലുള്ള അത്രയും സുന്ദരനായിട്ടുള്ള, ചെറുപ്പക്കാരനായിട്ടുള്ള, സുമുഖനായിട്ടുള്ള ഒരു യൗസേപ്പ് പിതാവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. പറഞ്ഞു വരുന്നത്, ഇവരും ചെറുപ്പക്കാരായിരുന്നു, നമ്മളെ പോലെയൊക്കെ തന്നെ. ഇവർക്കും ഇവരുടെ ജീവിതത്തെ കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കെന്താ, സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും വല്ല കുറവുണ്ടോ? പക്ഷേ ദൈവത്തിന്റെ വിളി വന്നപ്പോ തങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വഴിമാറ്റി കൊടുത്തതാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഒക്കെ പുണ്യം എന്ന് പറയുന്നത്. എനിക്കറിയേണ്ട ആവശ്യമില്ല, നീ നിന്റെ സ്വപ്നങ്ങളൊക്കെ പൂട്ടി എനിക്ക് തരിക, എന്നിട്ട് നീ ദൈവത്തിന് വേണ്ടി വഴിമാറി കൊടുക്കുക. നിന്റെ സ്വപ്നങ്ങൾ ദൈവത്തിന്റെ സ്വപ്നങ്ങളാക്കി മാറ്റുക. സ്നേഹം നിറഞ്ഞവരെ, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മളും ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കാര്യവും ഇത് തന്നെയാണ്. നമുക്ക് നമ്മളെ പറ്റിയുള്ള, നമ്മുടെ കുടുംബത്തെ പറ്റിയുള്ള, മക്കളെ പറ്റിയുള്ള, ഭാവിയെ പറ്റിയുള്ള, നാളെ പറ്റിയുള്ള നമ്മുടെ സ്വപ്നങ്ങളൊക്കെ
ദൈവത്തിന്റെ സ്വപ്നങ്ങളാക്കി മാറ്റുവാനുള്ള വലിയ വെല്ലുവിളിയാണ് ഈ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നതും അതിന്റെ ആത്മസംഘർഷങ്ങളിലൂടെയാണ് അനുദിനം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തിന്റെ അമ്മയാകാം എന്ന് സമ്മതം മൂളിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് മറിയത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് അത്ര സന്തോഷം നിറഞ്ഞതായിരുന്നില്ല. ഒത്തിരിയേറെ സങ്കടകരമായ അനുഭവങ്ങൾ അവളുടെ ജീവിതത്തിൽ പെയ്തിറങ്ങി. ഒരു ദൈവമാതാവിനെ കിട്ടേണ്ട യാതൊരുവിധ പദവിയോ പരിഗണനയോ സുഖ സൗകര്യങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെ ഇവൾക്ക് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ജീവിതത്തിലെ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അന്ന് വരെ ആരും ഇവളെ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ മാലാഖ വന്ന് പറന്നു പോയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ കൂടി പ്രതി ചേർക്കപ്പെടുകയാണ് പരിശുദ്ധ കന്യകാമറിയം. ആ കൊച്ചു ഗ്രാമത്തിൽ, അതായത് സംസാരിക്കുവാൻ അധികമൊന്നും വിശേഷങ്ങൾ ഇല്ലാതിരുന്ന ആ കൊച്ചു ഗ്രാമത്തിൽ പിന്നീട് അങ്ങോട്ട് നടക്കുന്ന ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് മാതാവിന് സംഭവിച്ച ഈ വിശേഷമാണ്. ജീസസ് ഓഫ് നസറത്ത് എന്ന സിനിമയിലെ ഈ രംഗം വളരെ രസകരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അതിലൊരു ദിവസം ആശാരി പണിയൊക്കെ കഴിഞ്ഞ് ഒരു മൂളിപ്പാട്ട് പാടി തന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന യോസേപ്പിന്റെ അടുത്ത് ഒരു സുഹൃത്ത് വന്നുകൊണ്ട് ചോദിച്ചു, തലന്ന് നിർത്തിക്കൊണ്ട് ചോദിച്ചു, എടാ യോസേപ്പ്, നീ അറിഞ്ഞോ കാര്യങ്ങൾ? എന്ത് കാര്യങ്ങൾ? അല്ല, മറിയത്തെ പറ്റി എന്ത് അറിയുവാനായിട്ട്? ഞാൻ കേട്ടാൻ പോകുന്ന എന്റെ പെണ്ണ്. അയ്യോ, അതല്ല, അവളെന്തോ പിശുകൊപ്പിച്ച് നാട്ടിലെ മൂപ്പന്മാരൊക്കെ ഇപ്പൊ അതാ സംസാര വിഷയമാക്കിയിരുന്നു. കേട്ടില്ലായിരുന്നോ? നീ അറിഞ്ഞില്ലായിരുന്നോ കാര്യങ്ങളൊക്കെ? തലയിൽ ഇടുത്തി വീഴുന്നത് പോലെ തോന്നാം യോസേപ്പിന്. കേട്ട പാതി, കേൾക്കാത്ത പാതി, പിന്നെ ഒരൊറ്റ ഓട്ടമാണ് മറിയത്തിന്റെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട്. അവിടെ എത്തുന്നതും കുനിഞ്ഞ് താക്കോൽ പഴുതിലൂടെ അകത്തേക്ക് നോക്കുന്ന ഒരു യുവാവിന്റെ ചിത്രം. സ്നേഹനവരെ, അത് എന്താ പറയാ, അതൊരു ചെറുപ്പക്കാരന്റെ ഒത്തിരിയേറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ മുഴുവൻ വേദനയും ഒപ്പിയെടുത്തുകൊണ്ടാണ് ചലച്ചിത്രകാരൻ ആ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് പാവം തല വിളിക്കൊണ്ട് വീട്ടിലേക്ക് പോകുക. അതായത് തന്റെ വുഡിയെ കുറിച്ച്, താൻ കെട്ടാൻ പോകുന്ന തന്റെ പെണ്ണിനെ കുറിച്ച് ഈ നാട്ടുകാർ പറയുന്നതും ഇപ്പോൾ താൻ സുഹൃത്തുക്കളിൽ നിന്ന് കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നുന്നു. പക്ഷെ പരസ്യമായിട്ട് അവളെ കുറ്റവിചാരണ ചെയ്ത് കല്ലെറിഞ്ഞു കൊള്ളിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് യോസേപ്പ് നാട് വിട്ടു പോവുകയാണ്. അതാണ് യോസേപ്പിതാവിന്റെ നീതി എന്ന് പറയുന്നത്. നമുക്കറിയാം, കാര്യങ്ങൾ മുറ പോലെ നടക്കുന്നവനാ ഒരു നീതിമാൻ എന്ന് പറയുന്നത്. ഗിവ് വാട്ട് ഈസ് ഡ്യൂ. അർഹിക്കുന്നവന് അർഹിക്കുന്നവൾക്ക് അർഹിക്കുന്നത് കൊടുക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ നീതിപൂർവ്വം പെരുമാറിയിരുന്നെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട പെണ്ണായിരുന്നു. പക്ഷെ പരമാവധി വേദനിപ്പിക്കാതെ, നോവിക്കാതെ തന്റെ ജീവിതത്തിനോട് ചേർത്ത് പിടിച്ചു. ഒരു നിമിഷം പോലും കണ്ണു നിറയാൻ അനുവദിക്കാതെ. ഒരുപക്ഷെ കോടിശ്ശേരിയിലെ ഈ അപ്പച്ചന്മാർക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്ന ഒരു വലിയ കാര്യമാണ്. ഈ ലോകത്തിലെ ആരൊക്കെ നിന്റെ പെണ്ണിനെതിരെ തിരിഞ്ഞു നിന്നാലും നീ നിൽക്കേണ്ടത് നിന്റെ പെണ്ണിനൊപ്പമാണെന്നുള്ള വലിയ സത്യമാണ് യോസേപ്പിതാവ് തെളിയിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മറിയത്തിനെ സംശയിക്കാമായിരുന്നു. ഇതാണോ ദൈവത്തിന്റെ കുഞ്ഞെന്ന് പറയുന്നത്? ഈ മാലാഖമെന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ സത്യം തന്നെയാണോ? കാരണം ദൈവത്തിന്റെ കുഞ്ഞാണ് ഇതെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ? ഈ നാട്ടുകാരൊക്കെ വട്ടം ചേർന്നതിനെ കുറ്റം പറയുവാനായിട്ട് ദൈവം അനുവദിക്കൂ? മറിയത്തിൽ വേണമെങ്കിൽ സംശയിക്കാമായിരുന്നു. പക്ഷേ അന്നു രാത്രി തന്നെ സ്വപ്നത്തിൽ യോസേപ്പിന് മാലാഖ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കാര്യങ്ങളുടെ കിടപ്പുവശം അറിയിക്കുന്നുണ്ട്. അതനുസരിച്ച് യോസേപ്പ് മറിയത്തെ തന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. അതിനുശേഷം നടക്കുന്ന ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു സാധാരണ സ്ത്രീക്കും ലഭിക്കേണ്ട അടിസ്ഥാന പ്രസവ പരിരക്ഷ പോലും ലഭിക്കാതെ ഒരു കന്നുകാലി തൊഴുത്തിൽ കന്നുകാലികളുടെ താരാട്ടം കേട്ടുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ചിടേണ്ട ഗതികേടിന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ സംശയിക്കാമായിരുന്നു, ഇതാണോ ദൈവത്തിന്റെ കുഞ്ഞെന്ന് പറയുന്നത്? ദൈവത്തിന്റെ ജനനം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ മഹത്വത്തിന്റെ കാര്യമല്ലേ? അത്ഭുതങ്ങളല്ലേ ചുറ്റും സംഭവിക്കുന്നത്? പക്ഷെ ഇതെന്താ ഇങ്ങനെ? ഒരു പാവപ്പെട്ട പെണ്ണിന് പോലും ഇല്ലാത്ത ദുരവസ്ഥയും പെരുകൊണ്ട് ഇവിടെ ആ കുഞ്ഞിനെ വൈക്കോൽ കുഞ്ഞിനെ പ്രസവിച്ചിടുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാം, മാനുഷികമായിട്ടും ചോദിക്കാം, ചോദിച്ചു പോകാം, ഇതാണോ ദൈവത്തിന്റെ കുഞ്ഞെന്ന് പറയുന്നത്? ഒരു സമയം സംതിങ് ഹാസ് ഗോൺ റോങ്. എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. സ്നേഹങ്ങളെ, അവിശ്വസിക്കുവാൻ ഒത്തിരിയേറെ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും വിശ്വസിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തീർക്കുവാൻ തമ്പുരാൻ ഉദ്ദേശമില്ല. ഉടനെ തന്നെ അവൻ അവളോട് ആവശ്യപ്പെടുന്നത്, നീ കൊച്ചിനെ എടുത്തുകൊണ്ട് ഈ രാജ്യഗ്രാമാനം ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ. നോക്കണേ, തൊട്ടടുത്ത പട്ടണം പോലും മര്യാദയ്ക്ക് കണ്ടിട്ടില്ലാത്തൊരു നാട്ടിൻപുറത്തുകാരി പെൺകുട്ടിയോട് ദൈവദൂതൻ ആവശ്യപ്പെടുന്നത്, നീ പോയിട്ട് മറ്റൊരു രാജ്യത്ത് പോയിട്ട് വസിക്കാൻ. ഭാഷ എന്താണെന്നറിയും, സംസ്കാരം എന്താണെന്നറിയും, പേറ്റുനോവ് മാറിയിട്ട് പോലുമില്ല ഈ പാവത്തിന്റെ.
കണ്ണിൽ ചോരയുണ്ടോ ദൈവമേ എന്ന് ചോദിപ്പിക്കുമാറുമായുള്ള ഒരു പ്രവൃത്തി. മറിയത്തിന് അപ്പോഴും വേണമെങ്കിൽ ദൈവത്തിനോട് ചോദിക്കാൻ വരുന്നു, ദൈവം ഇത് നിന്റെ കുഞ്ഞാണെങ്കിൽ നിനക്ക് തന്നെ ഇവനെ സംരക്ഷിച്ചുകൂടെ? ഇത് നിന്റെ പുത്രനാണെങ്കിൽ നിനക്ക് തന്നെ ഇവന്റെ കാര്യങ്ങൾ നേരെയാക്കിക്കൂടെ? ചോദിക്കാമായിരുന്നല്ലോ. അതിന് വേണ്ട എല്ലാ അവകാശവും മറിയത്തിനുണ്ടായിരുന്നു. പക്ഷെ ഒരു വാക്ക് പോലും മറുത്തു പറയാതെ അവൾ തമ്പുരാൻ പറഞ്ഞതനുസരിച്ച് രാമായണ കൊച്ചിനെ എടുത്തു ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. ഈ ഈജിപ്തിലേക്ക് പലായനം ചെയ്തു എന്ന് ബൈബിളിലൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു വികാരവും തോന്നാറില്ല. കാരണം എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ ചിന്ത പോകുന്നത് എങ്ങനെയാണ്? ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ്, ഈ പീച്ചാനേക്കാട് ഭാഗത്തേക്ക് താമസിച്ചിരുന്ന മറിയം തമ്പുരാൻ പറഞ്ഞതനുസരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കോടിശ്ശേരി പള്ളിയുടെ ആ റൂട്ടിലേക്ക് ഇങ്ങനെ വന്ന് ആ പാടമൊക്കെ കയറി കോടിശ്ശേരി അമ്പലമൊക്കെ കിടന്ന് ഇങ്ങനെ ഈ മാതാവിൻ്റെ കപ്പയിലേക്ക് കിടന്ന് ആ പള്ളിയുടെ അപ്പുറം പോയി അവിടെ ഏതോ പറമ്പ് വാങ്ങിച്ച് താമസിച്ചു അവിടെയൊക്കെ വിചാരം. ഒരു ഇത്രക്കോളം സ്ഥലം. ഇത് അങ്ങനെയല്ല കാര്യങ്ങൾ. ഇത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് പോയി ഒളിച്ചു പാത്ത് കഴിയുമ്പോഴുണ്ടാകുന്ന മാനസിക സംഘർഷം കൂടി കണക്കിലെടുത്താലേ ഇവിടെ ഏറ്റെടുത്ത ത്യാഗത്തിന്റെ വില നമുക്ക് മനസ്സിലാകും. എന്നാലോ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ച തന്റെ പുത്രന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ 30 വർഷക്കാലം യാതൊന്നും സംഭവിക്കുന്നില്ല. ഈ ദൈവത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെയാ, കാത്തിരിക്കണം. വാഗ്ദത്ത ഭൂമി കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനതയിട്ട് മരുഭൂമിയിലിട്ട് വട്ടം കറക്കിയത് 40 വർഷക്കാലമാണ്. വയസ്സാം കാലത്ത് അറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഇങ്ങനെ മരിച്ചേക്കാമെന്ന് കരുതിയിരുന്ന അബ്രാഹത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് ദൈവം പറഞ്ഞു, മോനെ നിനക്ക് ഞാൻ കുഞ്ഞിനെ തരട്ടെ. സന്തോഷം തോന്നി അവൃദ്ധരായ ദമ്പതിമാർക്ക്. എന്നാൽ ഇപ്പൊ കിട്ടുമെന്ന് കരുതി കൈ നീട്ടിയിരുന്ന ആ പാവങ്ങളോട് ദൈവം വീണ്ടും പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 25 വർഷം കൂടി കാക്കാൻ. ദൈവത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെ കാത്തിരിപ്പിക്കും അവന്റെ സമയമാവും വരെ. ഈ ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ 30 വർഷക്കാലവും യാതൊന്നും സംഭവിക്കുന്നില്ല. അവൻ അങ്ങനെ അമ്മയുടെ പൊതുമകനായിട്ട് നാട്ടിലും വീട്ടിലും അടുക്കളയിലും ഒക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടി കഴിയാം. മറ്റുള്ള യഹൂദ ബാലന്മാരെ പോലെ അത്തിമരത്തിന്റെ കായ്കൾ പറിച്ചു നിന്നും ഒലിവ് മരത്തിൽ ഊഞ്ഞാലാടിയും യഹൂദ പെൺകുട്ടികളുമായിട്ട് കഞ്ഞിക്കുഞ്ഞി കളിച്ച് നടന്നിട്ടുണ്ടാവും, സാറ്റസീറ്റ് കളിച്ച് നടന്നിട്ടുണ്ടാവും. എന്നാൽ ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഒടുവിലത്തെ 3 വർഷക്കാലം അതിൽ അവൻ വചനം പ്രസംഗിച്ചും ദൈവരാജ്യം പ്രഘോഷിച്ചും അത്ഭുതങ്ങൾ ചെയ്തും രോഗശാന്തി നൽകിയും അങ്ങനെ ജനക്കൂട്ടത്തെയൊക്കെ ആകർഷിച്ച് നടക്കുന്ന ആ കാലഘട്ടത്തിൽ അവൻ ചെയ്ത അത്ഭുതങ്ങളുടെ ക്രെഡിറ്റ് വാങ്ങിയെടുക്കുവാനൊന്നും പരിശുദ്ധ കന്യകാമറിയത്തിൽ നമ്മൾ അവിടെ ഒന്നും കാണുന്നില്ല. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ആ 5 അപ്പം കൊണ്ട് 5000 പേരെ നിറച്ചൂട്ടിയപ്പോൾ ആ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ വന്ന് പറയാമായിരുന്നു മറിയത്തിന്, നോക്കി ഇതിന്റെയൊക്കെ രചനയും സംവിധാനവും നിർവഹിച്ച് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിന്റെ ക്രെഡിറ്റ് വാങ്ങിയെടുക്കാമായിരുന്നു. അതല്ലെങ്കിൽ ഇവിടെ കുറെ അമ്മച്ചിമാരിയിരിക്കുന്നില്ലേ? സത്യം പറഞ്ഞേ, നിങ്ങളിൽ ഏതൊരു അമ്മയ്ക്ക് പറയാൻ ആഗ്രഹമില്ലാത്തത്, മോനെ നിന്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകിയവൻ, നിന്റെ കാതുകൾക്ക് കേൾവി സമ്മാനിച്ചവൻ, നിന്റെ തളർന്ന കാലുകൾക്ക് നടക്കുവാനായിട്ട് ബലം ജീവനെ പോലും തിരിച്ചു വന്നവരില്ലേ? ആ മുടി നീട്ടി വളർത്തിയ ചെക്കൻ എന്റെ മോന ഞാൻ പ്രസവിച്ച എന്റെ കൊച്ചാണെന്ന് പറയാൻ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും ഒരു അമ്മച്ചിരിക്കുന്നുണ്ടോ? ഇവിടെ ഉണ്ടാകത്തില്ല. അതല്ലാതെ ഈ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് പുകയടിച്ച് നിറകെട്ട് പോകുന്ന പഴംതൊലി പോലത്തെ ഈ ജീവിതങ്ങൾക്ക്, ഈ ജന്മങ്ങൾക്ക് ഇതൊക്കെയല്ലാതെ മറ്റെന്ത് സന്തോഷങ്ങളാണ് ജീവിതത്തിലുള്ളത്? അതുകൊണ്ട് തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇനി തിരുവത്താരയുടെ മുമ്പിൽ നിന്ന് എനിക്ക് അവിടെ ന്യായീകരിക്കാൻ കാരണങ്ങൾ ഒരുപാട്. പക്ഷേ മറിയം എന്ന അമ്മ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ വ്യത്യസ്തയാകുന്നത് ഇങ്ങനെയാണ്. സ്വന്തം മകൻ മിന്നിത്തിളങ്ങി അത്ഭുതങ്ങൾ ചെയ്ത് കത്തിക്കയറി നിൽക്കുമ്പോൾ അവന്റെ പിന്നാലെ കൂടിയാൽ അവന്റെ ജീവിതത്തിന്റെ വലിയ പ്രകാശത്തിൽ ഒരു അല്പമെങ്കിലും അടിച്ച് എന്റെ ഈ പാവപ്പെട്ട ജീവിതവും ധന്യമാക്കപ്പെടുമെന്ന് ഓർത്തുകൊണ്ട് മകന്റെ പിന്നാലെ കൂടിയില്ല അവൾ. മറിച്ച് കാൽവരിയിലുണ്ടായിരുന്നു അവൾ. 12 അപ്പസ്തോലന്മാരും ആണുങ്ങളായിരുന്ന 12 അപ്പസ്തോലന്മാരും ഉപേക്ഷിച്ചിട്ടുകൊണ്ട് ഓടിപ്പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവൾ മകനെ ശക്തിപ്പെടുത്തുവാനായിട്ട്. മറിയത്തിന് അപ്പോൾ വേണമെങ്കിൽ ദൈവത്തിനോടും സ്വർഗത്തിനോടും കലഹിക്കാമായിരുന്നില്ല. വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ചോദിക്കാമായിരുന്നല്ലോ, ഇതാണോ ദൈവത്തിന്റെ കുഞ്ഞെന്ന് പറയുന്നത്? നീ ഇതാണോ ഞങ്ങളോട് പറഞ്ഞത്? ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഇത്രയും വാഗ്ദാനങ്ങളുടെ പെരുമഴ ഒഴുക്കിക്കൊണ്ട് നീ ഒരു ജനതയെ മൊത്തം എങ്ങനെയായിട്ട് മോഹിപ്പിച്ചത്? The answer is so simple and vivid. നമുക്കൊക്കെയുള്ള സാഹചര്യങ്ങളും അനുകൂലമായതുകൊണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ പിന്നിലുള്ള കാരണം ചെയ്യുന്ന നോക്കിയാലുണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്. നമുക്കൊക്കെയുള്ള സാധ്യതകളും സാഹചര്യങ്ങളും അനുകൂലമായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മറിയത്തിനെ പോലെ നമ്മുടെയൊക്കെ ജീവിതവും സഹന ബലിക്കലിൽ കിടന്ന് വെന്തു വെണ്ണീറായി തീർന്നാലും
അപ്പോഴും എൻ്റെ ജീവിതത്തെ താങ്ങി നിർത്തുന്ന, തളർന്നാലും തകരാൻ അനുവദിക്കാത്ത ഒരു ദൈവത്തെ മുറുകെ പിടിക്കുവാനും അവരിൽ മാത്രം ശരണം വെക്കുവാനുള്ള ഒരു ചങ്കൂറ്റം നീയും ഞാനും കാണിക്കുക എന്നുള്ളതാണ് ഈ തിരുനാൾ ദിവസത്തിലെ പരിശുദ്ധ അമ്മയുടെ ജീവിതം മുൻനിർത്തിക്കൊണ്ട് സഭ നമ്മളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, കഴിയുമോ എനിക്ക് നിങ്ങൾക്ക്? കഴിയുമെങ്കിൽ ഈ തിരുനാളിന്റെ എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിന് അവകാശപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ ഒന്നുമില്ല, ഈ തിരുനാളും കടന്നു പോകും. ജീവിതത്തിലോ ഹൃദയത്തിലോ ഒരു നന്മ പോലും അവശേഷിപ്പിക്കാൻ പറയാണ്ട് ഈ തിരുനാളും അന്തരീക്ഷത്തിൽ അലയടിച്ചു വരുന്നു. അലിഞ്ഞ് ഇല്ലാണ്ടായിക്കോളും. ഇതിൽ ഏത് സംഭവിക്കണം എൻ്റെ ജീവിതത്തിൽ എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അതിൽ ഞാൻ കൈയടത്തുന്ന പിലാത്തോസിനെ പോലെ കൈ കഴുകി ഞാൻ മാറുന്നു. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തിക്കൊള്ളാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടുത്തെ അമ്മമാരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. കാതുകൊണ്ടല്ല, മനസ്സുകൊണ്ട്. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും അതിൻ്റെ അമ്മയാൽ ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നവരാണ്. നിലവിളിച്ചുകൊണ്ട് നമ്മളൊക്കെ ഒരു ദിവസം തുറത്തുന്നു. എന്നിട്ട് നമ്മൾ ഈ ഏർപ്പാട് നിർത്തിക്കില്ല എന്ന് ഓർക്കണം. പിന്നെയും നമ്മൾ ആഹാരമാക്കുന്ന അമ്മയെ തന്നെയാണ്, മുലപ്പാലിലൂടെ. ഇനി നിങ്ങൾക്ക് എന്താണെന്ന് പറയും ഈ മുലപ്പാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? കൊച്ചുകുട്ടികളോടാണ് ചോദ്യം. ഈ അമ്മമാരുടെയൊക്കെ ഹൃദയരക്തം സ്നേഹം കൊണ്ട് വെളുത്തു പോയതാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എം എൻ വിജയനൊക്കെ മനുഷ്യനെ കുറിച്ച് നടത്തുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട്. മനുഷ്യൻ ഓരോ കുഞ്ഞും നരഭോജിയാണ്, മനുഷ്യനെ തിന്നുന്നവനാണ് ഓരോ കുഞ്ഞും. അങ്ങനെ നോക്കുമ്പോൾ കുറെ നാൾ അകത്തിരുന്നു, പിന്നെ കുറെ നാൾ പുറത്തിരുന്നു. ക്രിസ്തു ആഹാരമാക്കിയത് മറിയത്തിനെയായിരുന്നു. അത് മാത്രമാണ്. ഒരു കുഞ്ഞ് അഡ്മിഷൻ വാങ്ങുന്ന ആദ്യത്തെ പള്ളിക്കൂടം ഏതെന്നറിയോ? അതിൻ്റെ ജീവിതത്തിലെ വട്ടപ്പറമ്പിലെ LP സ്കൂളല്ല, മറിച്ച് അതെൻ്റെ അമ്മയുടെ ഗർഭപാത്രമാണ്. അവിടെ കിടന്നുകൊണ്ട് തന്നെ സ്വന്തം അമ്മയുടെ ഹൃദയ വിചാരങ്ങളിൽ നിന്ന് പോലും ജീവിതാന്ത്യം വരെ അതിനെ സ്വാധീനിച്ചേക്കാവുന്ന സ്വഭാവ സവിശേഷതകൾ ആർജിച്ചെടുക്കുവാൻ ഒരു കുഞ്ഞിന് സാധിക്കും. അതുകൊണ്ടാണ് ഈ സുഖമില്ലാണ്ടിരിക്കുന്ന പെണ്ണുങ്ങളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് പ്രായം ചെന്ന സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, പറയാറില്ലേ, മോളെ നീ സുഖമില്ലാണ്ടിരിക്കുക, നല്ലത് മാത്രമേ ചിന്തിക്കാവൂ, നല്ലത് മാത്രമേ വിചാരിക്കാവൂ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ പിന്നിലെ കാരണം ഇതാ. ഇതൊക്കെ അകത്തിരുന്ന ഒരാൾ അറിയുന്നുണ്ട്, അവൻ അതിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ട്, അവൻ്റെ സ്വഭാവ രൂപീകരണം അവിടെ വെച്ച് തന്നെ അവൻ ആരംഭിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞു കൊടുക്കാത്തതൊന്നും ഒരു പക്ഷേ ക്രിസ്തു പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തു അമ്മയുടെ മോൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തുവിനെ വാർത്തെടുത്ത് ഇവളുടെ കരങ്ങൾ കൊണ്ട് ഇനിയും ക്രിസ്തുവിന്റെ ആത്മീയതയുള്ളവരെ സൃഷ്ടിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ മക്കൾ ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഈ പരിശുദ്ധ അമ്മയുടെ കൊടിശ്ശേരി മാതാവിന്റെ കയ്യിലേക്ക് സമർപ്പിക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ആൾക്ക് ചെയ്യാനറിയാം. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇപ്പോൾ നിങ്ങൾക്കുള്ള ഈ വിശ്വാസം, ഈ നല്ല ചൂടിന്റെ സമയത്തും ഇത്രയും ആൾക്കാർ ഈ ഒരു തിരുസന്നിധിയിൽ ഒരുമിക്കണമെങ്കിൽ അത് നിങ്ങൾക്കുള്ള സ്ഥായിയായിട്ടുള്ള വിശ്വാസത്തിന്റെ ഒരു പ്രകടനമാണ്. ഈ വിശ്വാസം കെടാതെ സൂക്ഷിക്കുക. എന്നും എണ്ണ പകർന്ന് ഈ തിരി എന്നും ഹൃദയത്തിലെയും ജീവിതത്തിലെയും കുടുംബത്തിലെയും ജ്വലിപ്പിക്കുവാനായിട്ട് ഈ ഇവിടുത്തെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പോകുന്നതിന് മുമ്പ് ഒരു വാചകം കൂടി പറയുന്നു. ഇവിടുത്തെ അമ്മമാർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കൊടിശ്ശേരി മാതാവ് ഇവിടെ ഇരിക്കുന്നവരെ കുറേ പേര് മാതാക്കളാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ മാതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വാചകം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഒരു പക്ഷേ ഇവിടെ അമ്മമാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള വാചകം, ഈ വാചകം നിങ്ങൾ മനസ്സിൽ എന്നും ധ്യാനിച്ചതിന് ശേഷം ഉറക്കത്തിൽ എഴുന്നേറ്റ് ജീവിതങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കാം. ഒരു അമ്മയെ തെറ്റിപ്പോവില്ല. വാചകം ഇതാ, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവത്തിന് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് ദൈവം അമ്മമാരെ സൃഷ്ടിച്ചു വന്നു. ദൈവത്തിന് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചു. അച്ഛന്മാർക്ക് പോലും ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു വാചകം ആരും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളെ കുറിച്ചുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൂട്ടു ജോലികളിൽ പങ്കാളികളാണ് നിങ്ങൾ. ആ ഒരു സത്യം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. അങ്ങനെയാകുമ്പോഴും നിങ്ങൾക്കും പറ്റും ക്രിസ്തുവിൻ്റെ ആത്മീയതയുള്ള മക്കളെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട്. അതിന് സാധിക്കട്ടെ ഈ ഇടവകയിലെ എല്ലാ അമ്മമാർക്കും എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൊടിശ്ശേരി മാതാവിൻ്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ മരിച്ച എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി. പരിഹാസത്തിന്റെ അടയാളമായി കുരിശിനെ പുനരുദ്ധാന വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിൽ ദുരാശകളോട് കൂടി കുരിശ് തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിന് ജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ
കാത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങൾ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീരങ്ങൾ യോഗ്യതയോട് കൂടി സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, നീ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനെ ഓർമ്മ സ്നേഹത്തോടെ നിന്നെ ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ മാതൃകളിൽ ചെന്ന ജീവിതം ബലപ്പെടുത്താൻ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. നീ സ്വപ്നം കണ്ടതുപോലെ ദൈവത്തോടൊത്ത് സ്വപ്നം കാണാൻ, ദൈവത്തിൻ്റെ സ്വപ്നം ഞങ്ങളുടെ സ്വപ്നങ്ങളാക്കാൻ കാത്തിരിക്കാനുള്ള മനസ്സ്, നിന്റെ സമയത്തിനായി ആ കാത്തിരിപ്പിൻ്റെ സുഖം വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാക്കി മാറ്റിയ നീ ഞങ്ങൾക്ക് മാതൃകയാണ്. പരിശുദ്ധ അമ്മേ മാതാവേ, നിന്റെ മാധ്യസ്ഥ പ്രത്യേകമായി ഞങ്ങളുടെ വകയിലെ ചില അമ്മമാർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ പറ്റി ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ
കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ഇന്ന് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവുമേ നമ്മോടുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ, ദൈവത്തിനു ബലിയർപ്പിപ്പൂ. മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഉളവാക്കണമേ. വിശുദ്ധവും സജീവമായ ദിവ്യബലി പ്രത്യാശയോടെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. രാജാക്കന്മാരുടെ
പരിശുദ്ധൻ രാജാക്കന്മാരുടെ രാജാവാ സർവാധിനാഥൻ പരിശുദ്ധൻ ഉന്നതങ്ങളിൽ വാണിടുന്നത സർവശക്തന സ്രഷ്ടാവിനെ മണ്ണിലെ വരും കീർത്തനങ്ങള ഏറ്റുപാടുന്നു ഉന്നതങ്ങളിൽ വാണിടുന്നത സർവശക്തന സ്രഷ്ടാവിനെ മണ്ണിലെ വരും കീർത്തനങ്ങള ഏറ്റുപാടുന്നു ഓശാന 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 കർത്താവേകാരണ്യവാനായ ദൈവമേ, ഗോതമ്പപ്പം തമ്പുരാന്റെ തിരുശരീരമായി മാറുന്നത് പോലെ മുന്തിരിച്ചാറ് തമ്പുരാന്റെ തിരുരക്തമായി മാറുന്നത് പോലെ ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങളും ദൈവമേ നിന്റെ ആൾക്കാരിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രൂപാന്തരീകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നിന്റെ സ്വപ്നങ്ങൾ ഞങ്ങളുടെ സ്വപ്നങ്ങളാക്കാൻ, നിന്റെ സമയത്തിനായി സ്നേഹത്തോടെ കാത്തിരിക്കാൻ, നിന്റെ ഹിതം നിറവേറ്റി ജീവിക്കാൻ പരിശുദ്ധമേ മാതാവേ ഞങ്ങൾക്ക് നീ മാധ്യസ്ഥ വഹിക്കണമേ. ഈ പുണ്യ നിമിഷങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താരേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമിടുന്നു. സ്വർഗത്തിലെ ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേ കണ്ണുകൾ ഉയർത്തി വാഴ്ത്ത് വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കസയുടെ കൃതജ്ഞതാ സ്തോത്രം ചെയ്ത വാഴ്ത്ത് അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ സകലർക്കും ചിന്തപ്പെടുന്ന എന്റെ രക്തമാകുന്നു. നിങ്ങളിൽ
ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായി ദാസ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നീ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവിതം ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിച്ചു. മൃതരായി ഞങ്ങളെ ജീവിപ്പിച്ചു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ ദൈവമേ അങ്ങ് മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ ജോർജ് മെത്രാപ്പോലീത്തായ്ക്കും സെബാസ്റ്റ്യൻ മെത്രാനും ജോസ് മെത്രാനും തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിജനകമാംവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും വൈശ്യതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ മാത്രം പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും കർത്താവേ, അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസൻ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനകളോടെ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ പുതിയൊരു ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കാരുണ്യത്തിനൊത്തവിധം ഞങ്ങളോട് ദയതോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ.
ക്ഷമിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം ദീപമാക്കാം നീക്കണമേ പാപങ്ങൾ
ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന തരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന എന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയോട് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. സ്വഭാവനം അവിടുത്തെ കാരുണ്യത്താലും സ്നേഹത്താലും നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ജനങ്ങളെ വരുവിൻ, കർത്താവിന്റെ മരണത്തിന്റെയും നിത്യസ്മാരകമായ മഹാരഹസ്യങ്ങളെ പ്രത്യക്ഷപൂർവ്വം നമുക്ക് സമീപിക്കാം. ശരീരം
കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച് അങ്ങനെ മകനീയമായ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന് പ്രതീക്ഷയായ മിശിഹായേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും അപരാധങ്ങൾ മോചിക്കുകയും ചെയ്തു. ഉന്നതങ്ങളുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ും
ഉന്നതന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ നാഗരികരുടെ സ്വസ്തി. ഞങ്ങളുടെ കുർബാന കടകടപതിക്ക് പാവനമാസത്തിലും കാരണമാകട്ടെ. എന്റെ നിർത്തിക്കുവാൻ ഞങ്ങൾ പറഞ്ഞുകൊള്ളാം. കോടശ്ശേരി മാതാവിൻ്റെ മാധ്യസ്ഥ നമ്മുടെ കൂടെയുണ്ട്. ഈ നിമിഷങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന വഴി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കും. നിങ്ങൾക്കേവർക്കും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രത്യേകം ആശംസിക്കുന്നു. ഗീവർഗീസിൻ്റെ മാധ്യസ്ഥവും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കട്ടെ. തുടക്കം കിട്ടിയില്ല.
പൊളിഞ്ഞു വേറെ കൊണ്ടു ചോദിക്കല്ലേ ചെറിയ പണിയെന്നാണ് റെക്കോർഡാ അവിടെ ചെയ്യാൻ പള്ളിയിൽ
യേശുവേ